അതെ, ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ മധുരസേവ ഉണ്ടാക്കിയാലോ? അധികം ചേരുവകളൊന്നുമില്ലാതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മധുരസേവ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കടലമാവാണ് കേട്ടോ. ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. ഇത് വറുത്തിട്ടൊന്നുമില്ല, സാധാരണ പച്ചയായിട്ടുള്ള കടലമാവാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. കടലമാവ് എടുത്തതിൻ്റെ പകുതി അളവിലാണ് നമ്മൾ അരിപ്പൊടി എടുക്കേണ്ടത്. ഇത് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. നമ്മൾ കടയിൽ നിന്നും പാക്കറ്റിൽ മേടിക്കുന്ന അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെയുള്ള ആ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി മാവ് പോലെ തന്നെ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കുഴച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് മധുരസേവ തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് സേവനാഴിയാണ്. ഈ അച്ചിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. 3 ഹോൾസ് ഉള്ള അച്ചാണ് എടുത്തേക്കുന്നത്. ഇനി ഒറ്റ ഹോളായിട്ട് കുറച്ച് വലുപ്പത്തിലുള്ളത് അച്ച് നമുക്ക് കിട്ടും. അതിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ 3 ഹോൾസ് ഉള്ള അച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സേവനാഴിയിലേക്ക് ഇതുപോലെ കുറച്ച് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ നമ്മളിത് പീച്ചി എടുക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിറച്ച് വെച്ച് കൊടുക്കുന്നില്ല, ഇത്രയും മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ ഓവറായിട്ട് ചൂടാകാൻ പാടില്ല. ഒരു മീഡിയം ലെവൽ മാത്രമേ എണ്ണ ചൂടാകാൻ പാടുള്ളൂ കേട്ടോ. ഓവറായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മളിതുപോലെ പീച്ചി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. കടലമാവാണ് നമ്മൾ കൂടുതൽ ചേർത്തേക്കുന്നത്. കടലമാവ് കൂടുതൽ ചേർത്തത് കൊണ്ട് എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാ ഞാനിത് പീച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ പീച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഒന്നും നമ്മളിത് തിരിച്ചിടാനൊന്നും നോക്കരുത്. ഒരു 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ വെക്കുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു വശം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു വശം ചെറിയ രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി മറു സൈഡും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം 1-2 തവണ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് മധുരസേവ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മൂത്ത് വരുമ്പോഴേ ഇതിൻ്റെ പതയൊക്കെ മാറിയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അതുപോലെ ഒരുപാട് ഡാർക്ക് കളറാകാൻ നിൽക്കണ്ട, കാരണം നമ്മളിത് കോരി വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് മൂത്ത് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരി എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലൊന്ന് പീച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത്ര ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഒരുപാട് കട്ടിയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. മധുരസേവയല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്, അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് വേണം, നല്ല മധുരം വേണം. അപ്പോൾ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ അലിഞ്ഞ് ഇത് ഒരു നൂൽ പരുവമായി വരണം. ഇനി നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഒരു നൂൽ പരുവായിട്ട് ഇതേ രീതിയിൽ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. മധുരം ഇതിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കും തോറും ഇതുപോലെ ഇത് ടൈറ്റായിട്ട് വരും കേട്ടോ. ഇപ്പം നമുക്ക് തോന്നും ഒരുപാട് മധുരമാണെന്ന് ഇത് നനഞ്ഞിരിക്കുന്നത് കൊണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയപ്പോഴേ അതിലേക്ക് 2 പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക് ഈ മധുരസേവ കഴിക്കുമ്പോഴേ. അപ്പോൾ അതാ എല്ലാം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ട് നമ്മുടെ ചായക്കടയിലൊക്കെ കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരസേവയുടെ കൂട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതാ ഞാനിതുപോലെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഞാൻ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇടാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരസേവയായിട്ട് നമുക്ക് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.